നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇല്യൂഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു പെൻട്രോസ് ട്രയാങ്കിളിന്റെ. അപ്പൊ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു, ഈ ഒരു ട്രിക്ക് നമുക്ക് വുഡിൽ സാധ്യമാണോ എന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വുഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഇല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസുകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇല്യൂഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വുഡിന്റെ പീസാണ്. അതായത് 2 ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് കനത്തിലുള്ള വുഡിന്റെ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പീസ് നന്നായിട്ടൊന്ന് സാൻഡ് അടിച്ചിട്ട് അല്ലെങ്കിൽ പ്ലെയിനർ ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ വുഡ് പീസുകൾ മുഴുവൻ നമ്മളിപ്പോ സാൻഡർ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് നീളത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് 14 സെന്റിമീറ്ററിന്റെ നമ്മളൊരു 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ 4 പീസ് നമ്മൾ ഇതേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഈ പീസുകൾ തമ്മിൽ 2 പീസുകൾ തമ്മിൽ ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പീസ് രണ്ടേ നമ്മൾ വയസ്സിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വുഡ് ഫിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. മുറിച്ചെടുത്ത 2 പീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഇതിന്റെ ഇടയിൽ ഒട്ടിക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ക്രോസ് ആയിട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീസിന് നമ്മൾ എടുത്തിരിക്കുന്ന നീളം എന്ന് പറയുന്നത് ഏകദേശം 10 ഇഞ്ചാണ്. അപ്പൊ 10 ഇഞ്ചിലുള്ള ഏകദേശം 3 പീസുകൾ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ 10 ഇഞ്ചില് 3 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പീസില് 2 പീസ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടും 1 പീസ് ഇതുപോലെ 45 ഡിഗ്രിയിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇതെന്തിനാ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലെ 1.5 ഇഞ്ചിൽ ഒരു 6 പീസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ആദ്യം മുറിച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പീസിലേക്ക് നമ്മൾ രണ്ടാമത് മുറിച്ച ഈ 10 ഇഞ്ചിന്റെ പീസ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 10 ഇഞ്ചിന്റെ പീസ് ഒട്ടിക്കുന്നത് കറക്റ്റ് ഇതിന്റെ സെൻട്രലായിട്ടായിരിക്കണം നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ വലിയ പീസിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ 10 ഇഞ്ചിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പീസ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ സെന്റർ കണക്കാക്കിയിട്ട് നമ്മൾ ഈ വരച്ച മാർക്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ 2 പീസുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്ത 2 പീസുകളിൽ ഒരെണ്ണം നമുക്ക് ബാലൻസ് ഉണ്ട്. ആ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മേളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫ്രെയിം നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാല് നമ്മുടെ ഈ ഫ്രെയിമിന്റെ പുറത്തായിട്ട് ഇതുപോലത്തെ 1.5 ഇഞ്ചിന്റെ പീസ് നമ്മൾ ഒട്ടിച്ചു വെക്കണേ. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കുന്ന ഫ്രെയിം ഇതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് അതായത് ഹോൾ ഇട്ടിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അപ്രഭാഗത്ത് വെച്ചതുപോലെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സൈഡിലെ 4 പീസുകളും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നും കറക്റ്റ് ആയിട്ട് ഈ ഒരു പീസ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റി വെച്ചു എന്നുള്ളൊരു ഫീൽ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുത്ത ഒരു മൂന്നാമതൊരു പീസ് ഉണ്ട്. ഈ പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ മുകളിൽ ഇരിക്കുന്ന ഈ പീസിന്റെ കറക്റ്റ് അടിയിലത്തെ ലൈനിൽ പാരലായിട്ട് നമ്മൾ താഴോട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കറക്റ്റ് ലൈൻ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അപ്പൊ 2 ലൈനും നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇത് നേരെ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ പീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ലൈനിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ ഒട്ടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മുടെ ഈ 45 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം, അതായത് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത ഭാഗം ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ. അപ്പൊ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ കറക്റ്റ് ഫ്രെയിമിന്റെ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പീസും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത 1.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസാണ് നമ്മൾ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാ പീസും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം നമ്മൾ നേരെ നിവർത്തി വെക്കാൻ പോവാണ്.
അപ്പൊ ഫ്രെയിം നമ്മൾ നിവർത്തി വെച്ചിട്ടു. ഇപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഇൽമിനാലിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് നമ്മുടെ പെൻറോസ് ട്രയാങ്കിൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി ആ ഒരു വിഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തപ്പോൾ കുറച്ച് ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫ്രെയിമിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് കറക്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാം ഈ ഒരു ഫ്രെയിമിന്റെ ഈ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ് നമുക്ക് വ്യക്തമാകാത്ത ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇത് നമുക്ക് കണ്ണുകൾക്ക് ഒരു വല്ലാത്തൊരു കാഴ്ചയായിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിം, അതായത് നമ്മൾ ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ ആയിരിക്കും നമ്മുടെ കണ്ണുകൾക്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പൊ ഈ ഒരു കാഴ്ചയാണ് നമുക്കൊരു ഇല്യൂഷൻ ആയിട്ട് നമുക്ക് കണ്ണുകളിലേക്ക് കിട്ടുന്നത്. ട്രിക്കിന്റെ ഉള്ളിലെ രഹസ്യം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പെൻറോസ് ട്രയാങ്കിളിന്റെ, അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഇല്യൂഷൻസുകൾ നമുക്ക് ഇനിയും സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഓരോ ഇല്യൂഷൻ വീഡിയോകളുടെയും പുറകിൽ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ